ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഒരുപക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വമ്പൻ അട്ടിമറി നടന്ന സ്ഥലം, അതായത് CPM പോലും ഞെട്ടിച്ച അട്ടിമറി നടന്ന സ്ഥലം, ആ ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയം ഇത്തവണ എങ്ങനെയാണ്? രമ്യ ഹരിദാസ് എന്ന കഴിഞ്ഞ തവണത്തെ കറുത്ത കുതിര എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, അതായത് ആലത്തൂരിൽ CPM മലർത്തിയടിച്ച് ആ മണ്ഡലം കോൺഗ്രസിലേക്ക് എത്തിച്ച രമ്യ ഹരിദാസിൻ്റെ മണ്ഡലം, ആ മണ്ഡലത്തിലെ രാഷ്ട്രീയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. സ്ഥാനാർത്ഥികൾ ആരൊക്കെ, സ്ഥാനാർത്ഥി ചിത്രം എന്ത് എന്ന് വ്യക്തമായൊരു മണ്ഡലം കൂടിയാണ്. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ അവിടെ CPM മത്സരിക്കുന്നു. രമ്യ ഹരിദാസ് എന്ന സിറ്റിംഗ് MP തന്നെ കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നു. വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസു BJPക്ക് വേണ്ടി കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ പലതുകൊണ്ടും സവിശേഷമായൊരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ആലത്തൂരിൽ നടക്കുന്നത്. TN സരസുവിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ടത് എന്നതാണ് എടുത്തു പറയാനുള്ളത്. K രാധാകൃഷ്ണൻ എന്ന CPM ഏറ്റവും സൗമ്യ മുഖത്തെ അവതരിപ്പിച്ചുകൊണ്ട് എങ്ങനെയും ആ മണ്ഡലം തിരിച്ചു പിടിക്കുക, അതാണ് CPM ഒരു കർമ്മ പദ്ധതി എന്ന് നമുക്ക് വളരെ കൃത്യമായി വ്യക്തമാകും. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് PK ബിജു എന്ന CPM യുവ നേതാവിനെയാണ് അവിടെ തറപറ്റിച്ചത്. അതായത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിജയമായി മാറിയ ആ തെരഞ്ഞെടുപ്പിൽ 1,58,968 വോട്ടുകൾക്കാണ് രമ്യ ഹരിദാസ് വിജയിച്ചത്. അതായത് ഒരു ചെറിയ വിജയമല്ല അവിടെ ഉണ്ടായത് എന്ന് കാണേണ്ടി വരും. അതിന് തൊട്ട് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ PK ബിജു അവിടെ വിജയിച്ചിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷീബയെ 37,312 വോട്ടുകൾക്കായിരുന്നു അന്ന് പരാജയപ്പെടുത്തിയത്. അതിന് തൊട്ട് മുൻപ് 2009 ഒറ്റപ്പാലം മാറി ആലത്തൂരായി മാറിയ ആദ്യ തെരഞ്ഞെടുപ്പിൽ അവിടെ 20,960 വോട്ടുകൾക്കാണ് PK ബിജു NK സുധീർ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. BJPക്ക് അന്ന് 53,000 വോട്ടുകളായിരുന്നു ലഭിച്ചത്. 2014 87,000-ഉം 2019 TV ബാബു എന്ന BDJA സ്ഥാനാർത്ഥി 89,837 വോട്ടും നേടി. ഇത്തവണ അത് BJP തിരിച്ച് എടുത്ത് മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കി മത്സരിക്കുകയാണ്. എന്താകും ഇത്തവണ ആലത്തൂരിൻ്റെ ഒരു വിധി? K രാധാകൃഷ്ണനെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഊർജിതമായ ശ്രമം, അതായത് CPM കഴിഞ്ഞ ദിവസം AK ബാലൻ പറഞ്ഞതുപോലെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കുത്തക മണ്ഡലങ്ങൾ ചിലതെങ്കിലും നിലനിർത്തേണ്ടി വരും. അവർ സാധാരണഗതിയിൽ കണ്ടിരുന്നത് ആലത്തൂരും കാസർഗോഡും ഒപ്പം തന്നെ ആറ്റിങ്ങലും പാലക്കാടുമൊക്കെയാണ്. കഴിഞ്ഞ തവണത്തെ കോൺഗ്രസിന് അനുകൂലമായ വലിയ കാറ്റിൽ ഈ മണ്ഡലങ്ങളെല്ലാം കടപുഴകി വീഴുകയും സാധാരണഗതിയിൽ കോൺഗ്രസ് ജയിക്കുന്ന ആലപ്പുഴയിൽ മാത്രം ജയിക്കുകയുമായിരുന്നു ചെയ്തത്. ഇത്തവണ അവർക്ക് കാസർഗോഡ് കാര്യമായ പ്രതീക്ഷയില്ല, ആറ്റിങ്ങലും അത്രയധികം വലിയ പ്രതീക്ഷകളില്ല. പിന്നെയുള്ളത് പാലക്കാടും ഈ ആലത്തൂരുമൊക്കെ നിലനിർത്തുക എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ചേലക്കര മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച K രാധാകൃഷ്ണൻ എന്ന മന്ത്രിയെ കളത്തിലിറക്കി ഒരു പയറ്റാൻ അവർ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ആലത്തൂർ CPM കോട്ടയാണ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു വോട്ടിംഗ് മാർജിൻ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. PK ബിജു 2014-ലും 2009-ലും ഒക്കെ അവിടെ ജയിക്കുമ്പോൾ ഒരു 20,000 അല്ലെങ്കിൽ 25,000 30,000 ആ റേഞ്ചിലാണ് അവിടെ ആ മണ്ഡലത്തിൽ ജയിച്ചിരുന്നത് എന്നത് നമ്മൾ പ്രത്യേകം എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്. അവിടെ ഇത്തവണ രമ്യ ഹരിദാസ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ പാട്ടും പാടി കോഴിക്കോട് നിന്ന് വന്ന് ഒരുപാട് പാട്ടൊക്കെ പാടി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പെങ്ങളുട്ടി എന്ന് കോൺഗ്രസ്സുകാർ വിശേഷിപ്പിക്കുന്ന രമ്യ ഹരിദാസ് വൻ വിജയം നേടിയിരുന്നു. രമ്യ ഹരിദാസിൻ്റെ പെർഫോമൻസ് പോരാ എന്നാണ് CPM കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണണം. ജനത്തിന് അത് തന്നെയാണോ വിധി എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പക്ഷേ അവിടെ K രാധാകൃഷ്ണനെ ഇറക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ കൂടി ഉയരുന്ന ഒരു മണ്ഡലമാണത്. കരുവന്നൂരുമായി ബന്ധപ്പെട്ട് കരുവന്നൂരിലെ സഹകരണ ബാങ്ക് വൻ തട്ടിപ്പ്, അത് ഏറ്റവും ഒടുവിൽ BJP സ്ഥാനാർത്ഥി TN സരസുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കരുവന്നൂരിൽ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്നതാണ്. കരുവന്നൂരിൻ്റെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ K രാധാകൃഷ്ണനായിരുന്നു CPM ജില്ലാ സെക്രട്ടറി. അദ്ദേഹം വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്ന ആരോപണങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്.
അവിടെ കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രിയെ നിങ്ങൾ മന്ത്രിയാകണ്ട, ഇനി അങ്ങ് ഡൽഹി പോയി MP ആയിക്കോ എന്ന് അവിടുത്തെ പാർട്ടിക്കാരും ജനങ്ങളും തീരുമാനിക്കുമോ എന്ന സംശയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയരുന്ന ഒന്ന്. രണ്ട്, രമ്യ ഹരിദാസിന് സാധാരണ ഒരു MP പോലെ അവർ പ്രവർത്തിച്ചു എന്നതാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ MP ആണ്. അതിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവർ പ്രവർത്തിച്ചു എന്നതും ശരിയാണ്. അവിടെ രമ്യ ഹരിദാസിൻ്റെ 1,52,000 വോട്ടുകൾ എന്ന വലിയ ഭൂരിപക്ഷത്തെ കവച്ചു വെച്ച് ജയിക്കാൻ കെ രാധാകൃഷ്ണൻ എന്ന CPMൻ്റെ ജനകീയ നേതാവിന് കഴിയുമോ? പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ ആളിക്കത്തി നിൽക്കുന്നൊരു സമയം കൂടിയാണ്. ആ സമയത്ത് കെ രാധാകൃഷ്ണൻ്റെ സാന്നിധ്യം എത്രത്തോളം അവിടെ ഗുണമാകും എന്നുള്ളത്, പ്രത്യേകിച്ച് സംസ്ഥാന മന്ത്രി കൂടിയാണ്, അങ്ങനെ ഒരാളെ ജയിപ്പിക്കുമോ എന്ന സംശയം ഇനിയും ബാക്കിയാണ്. അവിടെ BJPയുടെ ഒരു സെലക്ഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന യുവാവിന്, ചെറുപ്പക്കാരൻ്റെ വിദ്യാർത്ഥിയുടെ മരണം SFIക്കാർ പ്രധാന നേതാക്കൾ ഇടപെട്ട ഒരു കേസ് സംസ്ഥാനത്ത് വലിയ വിവാദമായി നിൽക്കുമ്പോൾ 2016 വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ TN സരസുവിന് കോളേജ് ക്യാമ്പസിൽ കുഴിമാടമുണ്ടാക്കി എന്ന വിവാദം, SFIക്കാർ TN സരസുവിൻ്റെ കുഴിമാടമുണ്ടാക്കി എന്ന വിവാദം കത്തി നിൽക്കുകയാണ്. അങ്ങനെ SFIയുടെ അതിക്രമങ്ങൾക്കെതിരെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായാണ് TN സരസുവിനെ അവർ അവതരിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഇംഗ്ലീഷിലടക്കം സംസാരിക്കുന്ന, അവരുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ കൃത്യമായി പരാമർശിക്കുന്ന ഒരു എൻട്രിയാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അതായത് BJP സാധാരണഗതിയിൽ ഒരു 89,000-90,000 വോട്ട് കിട്ടുന്ന, ഒരു 10% വോട്ട് കിട്ടുന്ന സ്ഥലത്ത് അവർ കൂടുതൽ വോട്ട്, അതുകൊണ്ടാണ് BDJSൽ നിന്ന് ആ സീറ്റ് എടുത്തത്. കൂടുതൽ ശക്തമായൊരു പ്രചരണത്തിലൂടെ വോട്ട് തേടാൻ അവർ ശ്രമിക്കുന്നു. സ്വാഭാവികമായും അത്തരം വോട്ടുകൾ UDFൻ്റെയും LDFൻ്റെ തട്ടകത്തിൽ നിന്നടക്കം, LDF വിരുദ്ധ വോട്ടുകളടക്കം പിടിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അവിടെയാണ് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയവുമായി കണക്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഇത്തവണ പ്രചരണം നടത്തുന്നത്. കോൺഗ്രസ് ഇല്ലാതായാൽ, പ്രത്യേകിച്ച് BJP വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് തന്നെ എത്തണം എന്ന തരത്തിൽ വലിയ പ്രചരണം അവർ നടത്തുകയാണ്. കോൺഗ്രസ് രാജ്യത്ത് ഇല്ലാതായാൽ അത് BJPയുടെ വലിയൊരു വളർച്ചയിലേക്ക് മാത്രം എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. CPMനെ കൊണ്ട് അവിടെ എത്തി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നതടക്കമുള്ള പ്രചാരണം നടക്കുകയാണ്. ഗ്രാമീണ പ്രദേശങ്ങളടക്കം നിരവധിയുള്ള ഒരു മണ്ഡലമാണ് ആലത്തൂർ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. തൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് രമ്യ ഹരിദാസിൻ്റെ അവിടെയുള്ള പ്രചരണം. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അടക്കം അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവരവിടെ പ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് ഒരു പരിധിവരെ അവരെ ജനം പൂർണ്ണമായും തള്ളിക്കളയുമോ? ഒരു സംസ്ഥാന മന്ത്രിയെ വെറും ഒരു MP ആക്കാൻ ആലത്തൂറുകാർ തീരുമാനിക്കുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് കരുവന്നൂരൊക്കെ മനുഷ്യരുടെ ജനകീയ പ്രശ്നമായി ആളിക്കത്തുന്ന ഒരു മേഖല കൂടിയാണ്. വടക്കാഞ്ചേരിയും മറ്റ് കുന്നംകുളവും ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളെല്ലാം ഇതിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം CPMനെ തന്നെ വെട്ടിലായ വലിയ വിഷയം നിൽക്കുമ്പോൾ CPM ഒരു ആദർശ രാഷ്ട്രീയത്തിൻ്റെ നേതാവിനെ അവതരിപ്പിച്ചാൽ മാത്രം ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്ന വലിയ സംശയം അവിടെ ബാക്കിയാണ്. എന്തായാലും TN സരസുവിൻ്റെ സ്ഥാനാർത്ഥിത്വവും കൊണ്ട് അവിടെ ഒരു ശക്തമായ മത്സരത്തിന് BJP ശ്രമിക്കുകയാണ്. ഒരു പരിധിവരെ രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥിയെ അട്ടിമറിക്കാൻ ഇത്തവണ CPMന് കഴിയുമെന്ന് ഇതുവരെയുള്ള കണക്കുകളിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല. കെ രാധാകൃഷ്ണൻ അതിശക്തനായ നേതാവാണ്, ആദർശധീരനാണ് എന്നൊക്കെ പറയുമ്പോൾ കരുവന്നൂർ വിഷയത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ആക്ട് ചെയ്തിരുന്നോ എന്നതടക്കം, പ്രത്യേകിച്ച് ED അന്വേഷണം തുടരുന്നൊരു സാഹചര്യമുണ്ട്. PK ബിജു അടക്കമുള്ള ആലത്തൂരിൻ്റെ മുൻ MP മാർക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകാൻ AC മൊയ്തീൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തതാണ് പലതവണ. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ശക്തമായ നടപടികളിലേക്കും പോകാനുള്ള സാധ്യത നിൽക്കുന്നുണ്ട്. അവിടെ CPMന് കാര്യങ്ങളൊട്ടും പന്തിയല്ല എന്നാണ് ഈ നിമിഷത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.